ഓല ഇലക്ട്രിക്കിൻ്റെ ഭാഗത്ത് നിന്ന് റീസെൻ്റ് ഒരു വണ്ടി അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേര് വന്നിട്ട് ഓല S1X 4 കിലോവാട്ട് ആണ്. ഇപ്പോൾ നമുക്ക് ലോങ് റേഞ്ച് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക്, അതായത് കൂടുതൽ നിങ്ങൾക്ക് ദൂരം യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കുള്ള ഏറ്റവും നല്ല സൊല്യൂഷനാണ് ഓലയുടെ S1X 4 കിലോവാട്ട്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രൈസ് വൈസ് ആണെങ്കിൽ തന്നെ റീസണബിളി ഒരു പ്രൈസ്ഡ് വണ്ടിയാണ്. കാരണം ബെസ്റ്റ് വാല്യൂ ഫോർ മണി എന്ന് അറിയപ്പെടുന്നത്. അതിൻ്റെ റേറ്റ് വന്നിട്ട് നിയർലി ഒരു 1 ലാഖിനടുത്ത് വണ്ടിക്ക് വില വരുന്നുള്ളൂ. അത് എക്സ്ഷോറും വില കൊച്ചി റേറ്റാണ് പറയുന്നത്. ഏകദേശം 1 ലാഖിനടുത്ത് വണ്ടിക്ക് വില വരുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് 5 ഇമ്പോർട്ടൻറ്റ് ഹൈലൈറ്റിംഗ് ഫീച്ചേഴ്സാണ് ഓല S1X 4 കിലോവാട്ടിനകത്തുള്ളത്. ഇത് ആക്ച്വലി റിക്വസ്റ്റ് വീഡിയോ ആണ്, സബ്സ്ക്രൈബർ ചോദിച്ചാൽ ഞാൻ ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും സമയം കളയാൻ നമുക്ക് നേരെ വീഡിയോയിൽ പോകാം. വീഡിയോയിൽ പോകുന്ന മുന്നേ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതിനൊപ്പം നിങ്ങൾ ബെല്ലൈക്കൺ പ്രസ് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ആദ്യമേ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരിക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അത് സമയം കളയാൻ നമുക്ക് നേരെ വീഡിയോയിൽ പോകാം. ഇപ്പോൾ റീസെൻ്റ് വന്നിട്ട് മെയ് മാസത്തിൽ നമ്മുടെ സെയിൽസ് റിപ്പോർട്ട് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ ഓലയാണ് ഒന്നാം സ്ഥാനം നിൽക്കുന്നത്. കാരണം വേറെ ഒന്നുമില്ല, അവരുടെ പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി കറക്റ്റ് പ്രൈസിംഗ് ആണ്. ഒരു കൺസ്യൂമർക്ക് വേണ്ട ഒരു അതേ രീതിയിലാണ് വേണ്ടി പ്രൈസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ വണ്ടിയും ആക്ച്വലി ബെസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയൻസ് തന്നെയാണ്. അപ്പോൾ നമ്മൾ വന്നിട്ട് 5 ഹൈലൈറ്റിംഗ് പോയിന്റ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യം വരുന്ന ഡിസൈനും ലുക്സുമാണ്. ആക്ച്വലി ഡിസൈൻ വന്നൊരു സബ്ജക്റ്റീവ് പാർട്ടാണ്, നമ്മൾ ആക്ച്വലി പറയേണ്ട ആവശ്യമില്ല. ഓരോ ആൾക്കാർക്ക് ഓരോ പേഴ്സണൽ ചോയ്സ് ആയിരിക്കും. പക്ഷേ എൻ്റെ പേഴ്സണൽ ചോയ്സ് ഞാൻ പറയുകയാണ്, എനിക്ക് ആക്ച്വലി വണ്ടി ഡിസൈൻ വളരെ ഇഷ്ടപ്പെട്ടു. കാരണം നമുക്ക് ഡ്യുവൽ പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് വരുന്നുണ്ട്, അത് പ്രീമിയം ലുക്ക് തരുന്നുണ്ട്. അത് മാത്രമല്ല നമുക്ക് രാത്രി വന്നിട്ട് അതിൻ്റെ വിസിബിലിറ്റി നല്ലൊരു ഇമ്പ്രൂവ്ഡ് വിസിബിലിറ്റി വണ്ടി തരുന്നുണ്ട്. അത് വേറെ കാര്യം പ്രത്യേകിച്ച് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് അതിൻ്റെ DRLs ആക്ച്വലി വർക്കിംഗ് ആയിരിക്കത്തില്ല. അതായത് ഓല S1X 4 കിലോവാട്ടിനകത്ത് DRL എന്ന് ഡമ്മി DRL-ആണ്, അത് ആക്ച്വലി വർക്ക് ചെയ്തില്ല. നമുക്കിപ്പോൾ S1 Pro യിലൊക്കെ ആ ഫീച്ചർ വർക്ക് ചെയ്യുള്ളൂ. പക്ഷേ എന്നാൽ പോലും നല്ലൊരു ഭംഗിയുള്ള ഹെഡ് ലാമ്പ് യൂണിറ്റാണ് വണ്ടിക്കകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇത് മൊത്തത്തിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഡിസൈനാണ് വണ്ടിക്കകത്ത് വന്നിട്ടുള്ളത്. നമ്മുടെ ബൂട്ട് സ്പേസിൻ്റെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 36 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നുണ്ട്. നമുക്ക് വൈഡർ സീറ്റ്സ് വരുന്നുണ്ട്. അതിനൊപ്പം നല്ല പുതിയ കളർ കോമ്പിനേഷൻസിലെ വണ്ടി വരുന്നുണ്ട്. വേറെ കാര്യം പ്രത്യേകിച്ചുള്ളത് നമുക്ക് ബാക്കിലെ റിയർ ഗ്രാബ് റെയിൽ വന്നിട്ട് മെറ്റലാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി സോളിഡ് ബിൽഡ് വണ്ടി എന്ന് പറയാം. ആക്ച്വലി പാനൽസ് ആണ് സൈഡിലൊക്കെ ഉള്ളത്. പക്ഷേ എന്നാൽ പോലും മെറ്റൽ പീസസ് ഒക്കെ നല്ല ഭംഗിയായിട്ട് ഒരു മോഡിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ വേറെ കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടത് നമുക്ക് അതിൻ്റെ ഫിറ്റ് ആൻഡ് ഫിനിഷ് ആണ്. നമുക്ക് പറയാം ഓലയുടെ വണ്ടിക്കകത്ത് ഫിറ്റ് ആൻഡ് ഫിനിഷ് ഇഷ്യൂസ് ധാരാളം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു പരിധി വരെ കുറേ ഇമ്പ്രൂവ് ചെയ്തിട്ടാണ് ഇപ്പോൾ പുതിയ വണ്ടി ഇറങ്ങുന്നത്. അങ്ങനെ ഓവറോൾ ഒന്ന് നോക്കുകയാണെങ്കിൽ ഓല കുറേ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഇനി അത് ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. പക്ഷേ എന്നാൽ പോലും ഡിസൈൻ ആസ്പെക്ട്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ ഭംഗിയായിട്ട് ഓല ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഇതിൽ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഹാൻഡിൽ ബാറിൻ്റെ ഡിസൈൻ ആയിരുന്നു. കാരണം ആക്ച്വലി ഒരു കവറിങ് കൊടുക്കാമെന്ന് തോന്നി. കാരണം ഓലയുടെ ഫ്രണ്ടിലത്തെ ഡിസൈൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഡിസൈനാണ്. ഇപ്പോൾ ഓല S1 Pro ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഹാൻഡിൽ ബാർ കൊടുക്കാനും തോന്നി. എനിക്ക് പേഴ്സണലി തോന്നിയ കാര്യമാണ്, ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ. പക്ഷേ നമുക്ക് റേറ്റ് വെച്ച് നോക്കുമ്പോൾ ആക്ച്വലി ബെസ്റ്റ് വാല്യൂ ഫോർ മണി എന്ന് തന്നെ പറയും വണ്ടി. കാരണം ഈ റേറ്റ് നമുക്ക് ഹാൻഡിൽ ബാറിനെ കവറിംഗ് ഒന്നും എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല. എന്നാലും ഓവറോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ വണ്ടി ഡിസൈൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്ന് അട്രാക്ട് ചെയ്യുന്ന ടൈപ്പ് ഡിസൈനാണ് വണ്ടിക്കകത്ത് വന്നിരിക്കുന്നത്. അടുത്ത രണ്ടാമത്തെ പോയിന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ മോട്ടർ സ്പെസിഫിക്കേഷൻ ആണ്. നമുക്ക് പറയാം ഓല S1X എന്ന് പറഞ്ഞാൽ ബേസ് വേരിയൻ്റ് ആണ് ഈ വണ്ടി. അപ്പോൾ അതിനകത്ത് ഉപയോഗിക്കുന്നത് BLDC ഹബ് മോട്ടറാണ്. നമ്മളിപ്പോൾ നോമിനൽ പവർ നമ്മൾ പറയുകയാണെങ്കിൽ 2.7 കിലോവാട്ടാണ് നോമിനൽ പവറും. അതിൽ പീക്ക് പവർ എന്ന് പറഞ്ഞാൽ 6 കിലോവാട്ടിൻ്റെ ഒരു പവറാണ് വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിന് 3 ഡ്രൈവിംഗ് മോഡ്സ് ഉണ്ട്, എക്കോ, നോർമൽ, സ്പോർട്സ്. അതിന് ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് 90 km/h നമുക്ക് 15 ഡിഗ്രി ഗ്രേഡബിലിറ്റിയും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഒരു ഹൈവേസ് ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 10 to 12 ഡിഗ്രീസ് വരാറുള്ളൂ. അപ്പോൾ 15 ഡിഗ്രീസ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം റീസണബിൾ ഗ്രേഡബിലിറ്റി വണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നാൽ നമുക്ക് കാര്യം പ്രത്യേകിച്ച് നോട്ട് ചെയ്യേണ്ടത്, നമുക്കിപ്പോൾ ഹിൽ സ്റ്റേഷൻസിലൊക്കെ പോകുന്ന സമയത്ത് കുറച്ച് കുത്തനെ കയറ്റമുള്ള സ്ഥലത്തൊക്കെ കുറച്ച് പവർ ഇഷ്യൂസൊക്കെ ഓല ഫേസ് ചെയ്യും. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് മൈൻഡ് വെക്കുക. നമുക്ക് 0 to 40 km/h സ്പീഡ് അച്ചീവ് ചെയ്യാൻ വേണ്ടി 3.3 സെക്കൻഡ് മതി. അതുപോലെ 0 to 60 ആണെങ്കിൽ നമുക്ക് 5.5 സെക്കൻഡ് വണ്ടി അച്ചീവ് ആവും. എന്തായാലും റീസണബിൾ ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന മോട്ടറാണ് ഉപയോഗിക്കുന്നത്. നമുക്കിപ്പോൾ BLDC മോട്ടറിൻ്റെ കേസ് അറിയാം, ഇനീഷ്യൽ ടോർക്ക് വളരെ കൂടുതലായിരിക്കും. പക്ഷേ നമുക്ക് ലോങ് റേഞ്ചിലേക്കൊക്കെ പോകുമ്പോൾ, അത് ഹയർ സ്പീഡിലേക്കൊക്കെ പോകുമ്പോൾ കുറച്ച് ലാഗ് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് PMSM മോട്ടർ കുറച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി വെർത്താണെങ്കിൽ തോന്നുന്നുണ്ട്. പക്ഷേ നമുക്ക് പ്രൈസ് പറയുമ്പോഴാണ് നമുക്ക് എല്ലാവരും ഒന്ന് ബാക്കിലേക്ക് മടിക്കുന്നത്. കാരണം വേറെ ഒന്നല്ല, ഈ ഒരു പ്രൈസ് നമുക്കിപ്പോൾ ഒരു ബെൽ ഡ്രിവൺ മോട്ടർ അല്ലെങ്കിൽ മിഡ് ഡ്രൈവ് മോട്ടർ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആ സമയത്ത് BLDC മോട്ടർ തീർച്ചയായിട്ടും തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരിക്കലും BLDC മോട്ടർ നമുക്കൊരു മോശം ഒരു മോട്ടർ എന്ന് പറയാൻ പറ്റത്തില്ല. അത്യാവശ്യം ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന മോട്ടർ തന്നെയാണ്. പക്ഷേ അങ്ങനെ മോശം പറയാൻ പറ്റത്തില്ല. പക്ഷേ നമുക്ക് റേറ്റ് വൈസ് നമ്മൾ നോക്കുമ്പോൾ കുറച്ചും കൂടി ഒരു അപ്പർ ഗ്രേഡ് നമുക്ക് മോട്ടർ കൊടുക്കാമെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നു. കാരണം BLDC മോട്ടറിൽ നല്ലതൊരു ഈ റേറ്റ് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ 1.2 lakh സംതിങ് അതിൻ്റെ ഓൺ റോഡ് വില വരും. അപ്പോൾ ആ റേറ്റ് നമുക്കൊരു മിഡ് ഡ്രൈവ് മോട്ടർ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നു. ഇപ്പോൾ BLDC മോട്ടറിനെ കേസ് നമുക്ക് എല്ലാവർക്കും അറിയാം, കുറച്ചും കൂടി ഒരു പവർ കൺസംഷൻ ചെയ്യുന്ന വണ്ടിയാണ്. അപ്പോൾ അത് നമുക്ക് റേഞ്ചിനെ കാര്യമായിട്ട് അഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ് നമുക്ക് BLDC മോട്ടോഴ്സ്. പക്ഷേ എന്നാൽ പോലും നല്ലൊരു പവർഫുൾ മോട്ടറാണ് വണ്ടിക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. 6 കിലോവാട്ടിൻ്റെ പീക്ക് പവർ എന്നൊക്കെ പറയുമ്പോൾ നല്ലൊരു പവർഫുൾ മോട്ടർ തന്നെയാണ്. അടുത്ത മൂന്നാമത്തെ പോയിന്റ് ബാറ്ററി നോക്കുകയാണെങ്കിൽ നമ്മൾ ഓല S1X 4 കിലോവാട്ട് എന്നത് പേരിലുള്ളത് തന്നെ 4 കിലോവാട്ടിൻ്റെ നോൺ റിമൂവബിൾ ടൈപ്പ് ഒരു ബാറ്ററി ഉപയോഗിക്കുന്നത്. നമുക്ക് അതിൻ്റെ കൂടെ തന്നെ 8 വർഷവും 80,000 കിലോമീറ്ററും സ്റ്റാൻഡേർഡ് കമ്പനി വാറണ്ടി വരുന്നുണ്ട്. അഡീഷണൽ പേയ്മെൻറ്റും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ 8 years 80,000 കിലോമീറ്റേഴ്സ് എന്ന് പറയുന്നത് ആക്ച്വലി എല്ലാ വണ്ടിക്കും ഒരു എല്ലാവരും ഒന്ന് ബാക്കിലേക്ക് വലിക്കുന്ന കാര്യം തന്നെയാണ്. വേറെ വണ്ടി എടുക്കാതെ ഓലയിലേക്ക് തന്നെ അട്രാക്ട് ചെയ്യാനുള്ള മെയിൻ കാരണം ബാറ്ററി വാറണ്ടി തന്നെയാണ്. കാരണം ഇലക്ട്രിക് വണ്ടി എടുക്കുന്ന എല്ലാവർക്കും അറിയാം, ബാറ്ററി എല്ലാവർക്കും ടെൻഷനുള്ള കേസാണ്. അപ്പോൾ 8 വർഷവും 80,000 കിലോമീറ്റർ സ്റ്റാൻഡേർഡ് വാറണ്ടി കമ്പനി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആൾക്കാർ ആ വണ്ടിയിലേക്ക് കൂടുതൽ അട്രാക്റ്റ് ആവും. അപ്പോൾ അതിനാണ് കഴിഞ്ഞ മാസം സെയിൽസ് ഫിഗേഴ്സിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്.
അടുത്ത നമ്മൾ റേഞ്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പനി അവകാശപ്പെടുന്ന IDC റേഞ്ച് എന്ന് പറഞ്ഞാൽ 190 കിലോമീറ്റേഴ്സ് ആണ്. നമുക്ക് റിയൽ വേൾഡ് റേഞ്ച് വന്നിട്ട് എക്കോ മോഡിലാണെങ്കിൽ നമുക്കൊരു ഏകദേശം 160 കിലോമീറ്റർ കിട്ടും. നമുക്ക് നോർമൽ മോഡിലാണെങ്കിൽ നമുക്ക് 134 കിലോമീറ്റർ ഏകദേശം കിട്ടും റിയൽ വേൾഡ് റേഞ്ച്. അടുത്ത നമ്മൾ ബാറ്ററി ചാർജിങ് ടൈം നമ്മൾ നോക്കുകയാണെങ്കിൽ 6 മണിക്കൂർ 30 മിനിറ്റ് നമുക്ക് വണ്ടി ചാർജ് ആവും. അതിനൊപ്പം തന്നെ വേറെ കാര്യമുള്ളത് 750 വാട്ട്സിൻ്റെ ഒരു ചാർജറും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ഓലയുടെ S1X 4 കിലോ വാട്ട് മാത്രമാണ് 750 വാട്ട്സ് ചാർജർ ഉള്ളൂ. നമുക്ക് 2 കിലോ വാട്ട് ആയിക്കോട്ടെ 3 കിലോ വാട്ട് ആയിക്കോട്ടെ അതെല്ലാം നമുക്ക് 500 വാട്ട്സിൻ്റെ ചാർജർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് വലിയ ബാറ്ററി ആയതുകൊണ്ടായിരിക്കാം ഒരു ഫാസ്റ്റ് ചാർജർ വണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് 750 വാട്ട്സിൻ്റെ ചാർജറാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അടുത്ത നമ്മൾ നാലാമത്തെ പോയിന്റ് ഹാർഡ്വെയറിന്റെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ വണ്ടി വരുന്നത് ഫ്രണ്ടിൽ ഒന്ന് ടെലിസ്കോപ്പിക് സസ്പെൻഷൻ വരുന്നത്, ബാക്കിൽ വന്നിട്ട് നമുക്ക് ഡ്യുവൽ സസ്പെൻഷൻ വരുന്നുണ്ട്. ഡ്യുവൽ സ്പ്രിംഗ് സസ്പെൻഷനാണ് ബാക്കിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ടിലും ബാക്കിൽ വന്നിട്ട് ഡ്രം ബ്രേക്സ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നമുക്കിപ്പോൾ ഡിസ്ക് ബ്രേക്ക് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അതിൽ ഒരു വേറെ കാര്യമാണ് നമുക്ക് കോംബി ബ്രേക്കിംഗ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ വണ്ടിക്കകത്ത് ഉപയോഗിച്ചിരുന്ന 12 ഇഞ്ചിൻ്റെ സ്റ്റീൽ വീലാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതിന് വേറെ ഇമ്പോർട്ടൻറ്റ് കാര്യമുള്ളത് നമുക്ക് ഫിസിക്കൽ കീ വണ്ടിക്കകത്ത് വരുന്നുണ്ട്. നമുക്ക് പറയാം ഓലയുടെ വണ്ടിക്കകത്തൊക്കെ ഫിസിക്കൽ കീ വന്നു തുടങ്ങി. നമുക്കിപ്പം ബാക്കിയുള്ള വണ്ടിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ധാരാളം ഇഷ്യൂസ് ഉണ്ട്. നമ്മളിപ്പം സോഫ്റ്റ്വെയർ ഇഷ്യൂസ് ആയിക്കോട്ടെ പല ഇഷ്യൂസ് ഫേസ് ചെയ്യാറുണ്ട്. നമുക്ക് പ്രോക്സിമിറ്റി സ്വിച്ച് വർക്ക് ചെയ്യുന്നില്ല, അങ്ങനെ പല കംപ്ലയിൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് ഓവർകം ചെയ്യാൻ വേണ്ടി ഓല വന്നിട്ട് അവിടെ ഈ പുതിയ വണ്ടിക്കകത്ത് ഫിസിക്കൽ കീ കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് എന്നെ സംബന്ധിച്ച് ഞാൻ നോക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു കാര്യമാണ്. നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഓലയുടെ പ്രോക്സിമിറ്റി അൺലോക്കും ലോക്കും വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള ധാരാളം കംപ്ലയിൻസ് നമ്മൾ റിപ്പോർട്ട് ചെയ്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാം ഒരു സൊല്യൂഷനായിട്ടാണ് ഓല ഇങ്ങനെ ഡിസിഷൻ എടുത്തെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നല്ലൊരു കാര്യമാണ് ഫിസിക്കൽ കീ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്ത നമ്മൾ ഇൻസ്ട്രുമെന്റേഷൻ ക്ലസ്റ്റർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓല S1X 4 കിലോ വാട്ട് വരുന്നത് 4.3 ഇഞ്ചിൻ്റെ ഒരു ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റേഷൻ ക്ലസ്റ്റർ വരുന്നത്. ഇത് ആക്ച്വലി ബേസിക് വണ്ടി ആയതുകൊണ്ട് നമുക്ക് റേഞ്ച് മാത്രമേ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളൂ. നമുക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയോ അല്ല അങ്ങനത്തെ ഫീച്ചേഴ്സ് ഒന്നുമില്ല. ഇപ്പോൾ ജസ്റ്റ് ചുരുക്കി പറയുകയാണെങ്കിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഇല്ല, കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ഒന്നുമില്ല, നമുക്ക് മ്യൂസിക് കൺട്രോൾ ആയിക്കോട്ടെ അങ്ങനത്തെ ഒന്നുമില്ല. ഇത് ജസ്റ്റ് ഒരു ബേസിക് സ്ക്രീൻ കൊടുത്തിട്ടുണ്ട്. അതിലൊരു ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ മാത്രമേ ഫീച്ചേഴ്സ് കാണിക്കുന്നുള്ളൂ. അതായത് ഇപ്പോൾ നമ്മുടെ സ്പീഡോമീറ്റർ, റേഞ്ച്, എത്ര ബാറ്ററി പെർസെൻറ്റേജ്, അങ്ങനെ വളരെ എസെൻഷ്യൽ കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ കാണിച്ചിട്ടുള്ളൂ. വേറെ നമുക്ക് ടെക്നിക്കലി അത് അഡ്വാൻസ് വണ്ടി എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം വേറെ ഒന്നുമില്ല, ഈ 4 കിലോ വാട്ട് വണ്ടി എടുക്കുന്ന മിക്ക ആൾക്കാരും വന്നിട്ട് ലോങ് റേഞ്ചിലേക്ക് പോകുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അവർക്ക് ആക്ച്വലി ബാറ്ററിയാണ് ഇമ്പോർട്ടൻറ്റ്. അതായത് മാക്സിമം റേഞ്ച് കിട്ടാമെന്നാണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഫീച്ചേഴ്സൊക്കെ വേണമെങ്കിൽ നമുക്ക് അതിന് മേളിൽ S1 Air ഉണ്ട്, അല്ല S1 Pro ഉണ്ട്, അങ്ങനത്തെ ഫീച്ചേഴ്സുള്ള വണ്ടി അതിനാണ് എടുക്കാം. ഇപ്പോൾ ആക്ച്വലി ബേസിക് വണ്ടി എടുക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഈ ഫീച്ചേഴ്സ് ഒന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. ലോങ് റേഞ്ച് ആയി പറഞ്ഞപ്പോൾ വേറെ കാര്യം ഓർത്തത്, ഈ വണ്ടിക്കകത്ത് നമുക്ക് ക്രൂസ് കൺട്രോൾ സ്റ്റാൻഡേർഡ് വരുന്നുണ്ട്. അപ്പോൾ വളരെ നല്ല കാര്യമാണ്. ഇപ്പോൾ ലോങ് ഒക്കെ പോകുന്ന ആൾക്കാർക്ക് ഈ ക്രൂസ് മോഡ് ഇടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു അറ്റൈൻഡ് സ്പീഡ് തന്നെ വണ്ടി അങ്ങ് പൊക്കോളും. അപ്പോൾ അത് ആക്ച്വലി നല്ലൊരു കാര്യമാണ്. അതിനൊപ്പം നമുക്ക് റിവേഴ്സ് മോഡും കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ റിവേഴ്സ് മോഡ് എടുത്ത് പറയേണ്ട ആവശ്യമില്ല, എല്ലാ വണ്ടിക്കകത്തും ഉണ്ട്. ഞാൻ ജസ്റ്റ് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും ക്രൂസ് കൺട്രോൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള വളരെ നല്ല കാര്യമാണ്. അപ്പോൾ എൻ്റെ കമന്റ് ബോക്സിൽ മിക്ക ആൾക്കാരും ചോദിക്കുന്ന ചോദ്യമാണ് വണ്ടിയുടെ വെയിറ്റും സീറ്റ് ഹൈറ്റും. ആക്ച്വലി അത് ആദ്യം പറഞ്ഞു കണ്ടിട്ടില്ല. അപ്പോൾ ഈ വണ്ടിയുടെ S1X 4 കിലോ വാട്ടിൻ്റെ വെയിറ്റ് വരുന്നത് 112 കിലോ ആണ്. നമ്മുടെ സീറ്റിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 805 mm ആണ്. അതുമാത്രം ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് 160 mm. ഈ 805 mm സീറ്റ് ഹൈറ്റ് പറയുന്നത് ആക്ച്വലി ലേഡീസിനൊക്കെ വളരെ ഈസി ആയിട്ട് വണ്ടി ഓടിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പിലാണ് വണ്ടി ഡിസൈൻ ചെയ്യുന്നത്. എന്തായാലും ഇതിൻ്റെ R&D ചെയ്ത ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഒരു കൈയ്യടി കൊടുക്കേണ്ട കേസാണ്. നല്ല ഭംഗിയായിട്ട് വണ്ടി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല വൈഡർ സീറ്റ്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റൈഡിംഗ് കംഫർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ നോക്കുന്നുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. അടുത്ത 5ാമത്തെ പോയിന്റ് നമ്മൾ നോക്കാൻ അതിൻ്റെ വില തന്നെയാണ്. നമ്മൾ പ്രൈസ് നോക്കുകയാണെങ്കിൽ ഓല S1X 4 കിലോ വാട്ട് വരുന്നത് 1,09,999 രൂപ എക്സ്ഷോറും വിലയ്ക്കാണ് വരുന്നത്. അത് കൂടാതെ നമുക്ക് EMPA സബ്സിഡി ആയിട്ട് 10,000 രൂപ കുറച്ച് കിട്ടുന്നുണ്ട്. അങ്ങനെ നമ്മൾ എക്സ്ഷോറും വില കൊച്ചിയുടെ റേറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓലയുടെ വെബ്സൈറ്റ് പ്രകാരം നമ്മൾ നോക്കുകയാണെങ്കിൽ 99,999 രൂപയ്ക്ക് നിങ്ങൾക്ക് വണ്ടി സ്വന്തമാക്കാം. ഇത് ആക്ച്വലി എൻ്റെ ബാറ്ററി പാക്കിനാണ് ആ റേറ്റ് വരുന്നത്. കാരണം ബാക്കി വണ്ടിക്കകത്ത് ഫീച്ചേഴ്സൊന്നും അധികമൊന്നും ഇല്ല. കാരണം അത് ബേസിക് വണ്ടിയാണ്. പക്ഷേ നമുക്ക് ലോങ് റേഞ്ച് വണ്ടി, അതായത് 190 കിലോമീറ്റേഴ്സ് റേഞ്ച് വണ്ടിയൊക്കെ നല്ല വലിയ ബാറ്ററി ഉണ്ട്. അപ്പോൾ ബാറ്ററിയുടെ ഒരു റേറ്റാണ് ഈ 1 ലക്ഷം എന്ന് പറയുന്നത്. 1 ലക്ഷം രൂപയ്ക്ക് ആക്ച്വലി നല്ല വെർത്താന്ന് ഞാൻ പറയുള്ളൂ. കാരണം വേറെ ഒരു പെട്രോൾ വണ്ടി എടുക്കുന്ന പോലെ നമുക്ക് 1 ലക്ഷം രൂപയ്ക്ക് കൂടുതൽ ചിലവ് വരുന്നുണ്ട്. അപ്പോൾ ആ സ്ഥാനത്ത് 1 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് വണ്ടി കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബെസ്റ്റ് വാല്യൂ ഫോർ മണി തന്നെയായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഫൈനലി ചോദ്യമാണ് ഈ വണ്ടി എടുക്കണോ വേണ്ടയോ. അപ്പോൾ എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വണ്ടി റെക്കമെൻഡ് ചെയ്യും. കാരണം വേറെ ഒന്നുമല്ല, നിങ്ങളുടെ റൈഡിംഗ് കിലോമീറ്റേഴ്സ് വന്നിട്ട് ധാരാളം കൂടുതലാണ്. അതായത് നിങ്ങൾക്ക് പെർ ഡേ വന്നിട്ട് നിങ്ങൾക്ക് ഒരു 100 കിലോമീറ്റർ അടുത്ത് നിങ്ങൾക്ക് റേഞ്ച് വേണം, അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വണ്ടി റെക്കമെൻഡ് ചെയ്യാം. കാരണം വേറെ ഒന്നുമല്ല, നല്ല വെർത്താണ്, ഈ വാല്യൂ ഫോർ മണി തന്നെയാണ്. മാത്രമല്ല നിങ്ങൾക്ക് ബാറ്ററിയെ കുറിച്ച് 8 വർഷത്തേക്ക് നോക്കേണ്ട ആവശ്യമില്ല. കാരണം വേറെ ഏത് കമ്പനി വണ്ടി എടുത്താലും നമുക്ക് ബാറ്ററി ഒരു വലിയ ഇഷ്യൂ ആണ്. കാരണം അതിനെ റീപ്ലേസ് ചെയ്യണമെങ്കിൽ വണ്ടിയുടെ ഒരു 60% എമൗണ്ട് ബാറ്ററിക്ക് തന്നെയാണ് വരുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ നോക്കുമ്പോൾ 8 വർഷവും 80,000 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ വളരെ നല്ല ലൈഫ് സ്പാനാണ് വണ്ടിക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും വാറണ്ടി അവർ കൊടുക്കണമെങ്കിൽ ആ കമ്പനിക്ക് അത്രയും ആ ബാറ്ററിയുള്ള വിശ്വാസമാണ് കാണുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും റെക്കമെൻഡ് ചെയ്യും. അത് എനിക്ക് പേഴ്സണലി ഒരു ഡിസപ്പോയിൻമെൻറ്റ് തോന്നുന്നതിന് വേറെ ഒന്നും അല്ലാണ്ട് BLDC മോട്ടർ എന്നുള്ള കേസ് മാത്രമേ ഉള്ളൂ. പിന്നെ ഫ്രണ്ടിലത്തെ ഹെഡ് ലാമ്പിൻ്റെ ആ ഒരു ഹാൻഡിൽ ബാർ കവറിങ് ഇല്ല എന്നുള്ള മാത്രമേ എനിക്ക് പേഴ്സണലി വണ്ടിക്ക് ഒരു കുറ്റമായിട്ട് തോന്നുന്നുള്ളൂ. കാരണം ബാക്കിയെല്ലാം നോക്കുമ്പോൾ വളരെ നല്ല കാര്യമാണ്. എന്നാൽ വേറെ കാര്യം ആൾക്കാർ കമൻറ്റ് ബോക്സിൽ പറയുമായിരിക്കും ഓലയ്ക്ക് ധാരാളം ഇഷ്യൂസ് ഉണ്ടെന്നൊക്കെ പറയുമായിരിക്കും. പക്ഷേ അതൊക്കെ അവർ മനസ്സിലാക്കിയിട്ട് കുറേയൊക്കെ മാറ്റുന്നുണ്ട്. പക്ഷേ എന്നാലും ഓല കുറേ കത്തുന്നുണ്ടെന്ന് പറയാം. വേണം, കത്തുന്നില്ല എന്ന് പറയുന്നില്ല, ധാരാളം ഇഷ്യൂസുള്ള വണ്ടി തന്നെയാണ്. പക്ഷേ നമുക്ക് വാല്യൂ ഈ റേറ്റ് വൈസ് നമ്മൾ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ആൾക്കാർ അതിലേക്ക് അട്രാക്ട് ആവുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ലാസ്റ്റ് മന്ത് സെയിൽസ് റിപ്പോർട്ടിൽ നമ്മളത് കണ്ടത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതിനൊപ്പം നിങ്ങൾ ചാനൽ അതുമായിട്ട് കാണുമെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിനൊപ്പം നിങ്ങൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ആദ്യമേ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുവേ.
അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, മറ്റേ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ടിൽ ദെൻ ടാറ്റ ബൈ ബൈ, ഹാവ് എ സേഫ് ഡ്രൈവിംഗ്, ടേക്ക് കെയർ.